മുഖ്യമന്ത്രിക്ക് പിന്നാലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ഹസനെ തള്ളി CPIM-ഉം മന്ത്രിമാരും. മന്ത്രിമാർക്ക് ഭീഷണിയുടെ സ്വരമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. ഡോക്ടർ ഹാരിസിനെ പിന്തുണച്ച് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം രംഗത്ത് വന്നു. എല്ലാ വാതിലുകളും അടഞ്ഞപ്പോഴാണ് തനിക്ക് പ്രൊഫഷണൽ സ്യൂസൈഡ് വേണ്ടിവന്നതെന്ന് ഡോക്ടർ ഹാരിസ് ഹസൻ പ്രതികരിച്ചു. സത്യസന്ധൻ, ചേർത്തു നിർത്തും എന്നൊക്കെയായിരുന്നു ഡോക്ടർ ഹാരിസ് ഹസനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ പ്രതികരണം. എന്നാൽ സർക്കാരിനെ വെട്ടിലാക്കിയ വിവാദത്തിൽ ഡോക്ടറെ വിമർശിച്ച് മുഖ്യമന്ത്രി ഇന്നലെ രംഗത്തെത്തി. പിന്നാലെ ഡോക്ടറെ വിമർശിച്ച് CPIM-ഉം മന്ത്രിമാരും രംഗത്ത്. ഡോക്ടർ ഹാരിസ് ഹസൻ പ്രതിപക്ഷത്തിന് ആയുധം നൽകിയെന്നാണ് കുറ്റപ്പെടുത്തൽ. എവിടെയെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് പർവ്വതീകരിച്ച് ഇനി ഇവിടെ അതേ ഇല്ല എന്ന് പറയുന്ന ഒരു പ്രത്യേക മാനസികാവസ്ഥയെ എന്താ പറയുക? എന്നിട്ട് അതിന്റെ ഭാഗമായിട്ട് സമരം നടത്തുക. രാജ്യത്തിന് മാതൃകയായിട്ടുള്ള പ്രവർത്തനമാണ് ആരോഗ്യമേഖല നടത്തുന്നത്. അതാർക്ക് നിഷേധിക്കാൻ കഴിയില്ല. എന്നാൽ പ്രതിപക്ഷത്തിന് പടി കൊടുക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ച ഡോക്ടറുടെ നടപടി അങ്ങേയറ്റം ഖേദകരമാണെന്നാണ് പറയാനുള്ളത്. എന്നാൽ ഡോക്ടറെ പിന്തുണച്ച CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഡോക്ടർ പറഞ്ഞതിൽ പ്രശ്നമില്ല. ആ ഡോക്ടർ ഉന്നയിച്ച വിഷയങ്ങളിൽ എന്തെങ്കിലും കുനിഷ്ടമുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. കാര്യങ്ങൾ നേരെയാകണം എന്നുള്ള ഉദ്ദേശശുദ്ധിയ മാത്രമായിരിക്കാം ഡോക്ടർ ഹാരിസിനെ നയിച്ചതെന്നാണ് കാണേണ്ടത്. എന്നാൽ പറഞ്ഞതിൽ നിന്ന് പിന്നോട്ടില്ലെന്ന നിലപാടിലാണ് ഡോക്ടർ ഹാരിസ് ഹസൻ. ആരോഗ്യവകുപ്പിനെയും സർക്കാരിനെയും ഇതുവരെ കുറ്റപ്പെടുത്തിയിട്ടില്ല. മുമ്പിലൊന്നും വഴിയെ കൊട്ടിയടയ്ക്കുമ്പോഴാണല്ലോ ഒരാൾ ആത്മഹത്യ ചെയ്യുന്നത്. അന്ന് പറഞ്ഞതുപോലെ എൻ്റെ ഈ പ്രൊഫഷണൽ സൂയിസൈഡ് എന്ന് വേണമെങ്കിൽ പറയാം. മന്ത്രിസഭയെയോ ആരോഗ്യവകുപ്പ് ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രിയെയോ ഇവരെയൊന്നും ആരോഗ്യ വകുപ്പിനെയോ ഒന്നും ഞാൻ ഒരിക്കലും കുറ്റപ്പെടുത്തിയിട്ടില്ല. ബ്യൂറോക്രസിയെയാണ് കുറ്റപ്പെടുത്തുന്നത്. ഇന്നും ബ്യൂറോക്രസിയെ തന്നെയാണ് കുറ്റപ്പെടുത്തുന്നത്. ഡോക്ടർക്കെതിരായ വിമർശനത്തിൽ ഭീഷണിയുടെ സ്വരമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ആരോഗ്യമന്ത്രി ആദ്യം പറഞ്ഞതല്ല പിന്നീട് പറഞ്ഞത്, പിന്നീട് ആരോഗ്യമന്ത്രി പറഞ്ഞതല്ല മുഖ്യമന്ത്രി പറഞ്ഞത്. ഇവരുടെ ഇപ്പോൾ സംസാരിക്കുന്നതിന് ഒരു ഭീഷണിയുടെ സ്വരമുണ്ട്. ഒരു സത്യം തുറന്നു പറഞ്ഞതിന് ഇപ്പോൾ പ്ലെയിനിൽ കൊണ്ടുവന്നില്ല സാധനം ആ ഡിപ്പാർട്ട്മെൻറ്റിലെങ്കിലും. അപ്പോൾ അദ്ദേഹം സത്യമാണ് തുറന്നു പറഞ്ഞതെന്ന് വ്യക്തമാണല്ലോ. അദ്ദേഹം ഇടതുപക്ഷ സഹയാത്രികനാണ്. സത്യം പറഞ്ഞാൽ ഭീഷണിപ്പെടുത്തുന്നുവെന്ന് BJP കുറ്റപ്പെടുത്തി. വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ആരോഗ്യമന്ത്രി പ്രതികരണത്തിന് തയ്യാറായില്ല. 24 തിരുവനന്തപുരം.